Okay, all of you mark the attendance. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? ഫുൾ മാർക്ക് ഉണ്ടോ എല്ലാവർക്കും? എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് ഉള്ളവരേതാ? ആരാ? ആർക്കും ഇല്ലേ? അതെന്ത് പറ്റി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ആർക്കും ഇല്ല? ഓ, എല്ലാവർക്കും മലയാളത്തിൽ എത്ര മാർക്ക് ഉണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ അതിലും ഇല്ലേ ഫുൾ മാർക്ക്? മിസ്സേ, എനിക്ക് ഒരെണ്ണം അറിയാമെന്ന് ഞാൻ തെറ്റിച്ചു മിസ്സേ. ഞാനത് പറഞ്ഞു 15 തൊട്ട് ഇവിടുന്ന് പറഞ്ഞല്ലോ, ശ്രദ്ധിച്ച് എഴുതുക, തെറ്റിക്കരുത്. അപ്പൊ നമ്മള് ഏതാണ്? 4ാമത്തെ ലെസൺ കംപ്ലീറ്റ് ആയില്ലേ? പഠിച്ചു. പക്ഷെ അതിന്റെ ആക്ടിവിറ്റീസ് പറഞ്ഞില്ല അല്ലെ? അരിയില്ലാഞ്ഞിട്ട് എന്ന കവിത നമ്മള് പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോ അതിന്റെ നമ്മളെന്താ മാതൃക നോക്കി അതിന്റെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. പേജ് നമ്പർ 16 എടുത്തോ എല്ലാവരും? ടെക്സ്റ്റ് ബുക്ക് എടുത്തോ എല്ലാവരും? അതില് അപ്പാവം എങ്ങനെയാ? അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ പ്ലസ് പാവം. മാതൃക നോക്കി ഒരെണ്ണം കൂടി എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതേപോലെയുള്ള ഒന്ന് നമ്മൾ എഴുതണം. പിന്നെ അപ്പാവം എങ്ങനെ പിരിച്ചെഴുതും? ആ പ്ലസ് പാവാണ് അപ്പാവം. ഇപ്പണി എന്നേരം എങ്ങനെ പിരിക്കും നമ്മള്? ഈ പ്ലസ് പണി. നെക്സ്റ്റ് എമ്മട്ട് എ പ്ലസ് മട്ട്. മട്ട്. അതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. എമ്മട്ട്, അപ്പാവം, ഇപ്പണി, അമ്മട്ട്. വേണമെങ്കിൽ എഴുതി കൂടെ നമുക്ക്? അമ്മട്ട്. ആ പ്ലസ് മട്ട്, അമ്മട്ട്. ഓക്കെ, അപ്പൊ അവിടെ എഴുതിക്കോ. ആ ഡേഷിലെടുത്ത് അമ്മട്ട് എഴുതാൻ അറിയാലോ? അമ്മട്ട്. അടുത്ത 2ാമത്തത് അലൻ. ഗുഡ് ആഫ്റ്റർനൂൺ. അതിനെ കുറെ ദിവസമായി കണ്ടിട്ട്. ഓക്കെ, അപ്പൊ 2ാമത്തെ എന്താ? മാലോകർ, മാമല, മാമുനി, ഡേഷ്. എന്താ അവിടെ? അതേപോലത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒന്നും കിട്ടുന്നില്ല ആർക്കും. മാമരം, മാലോകർ മഹാലോകർ അല്ലെ? നെക്സ്റ്റ് മാമല, വലിയ മല, മഹാമല, അതാണ് മാമല. മാമുനി, മഹാമുനി. നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചിട്ടുണ്ടല്ലോ. മാമുനി, മഹാമുനി. മാമരം, മഹാമരം, അതായത് വലിയ മരം എന്നർത്ഥം. എഴുതിക്കോ. ആ ഡേഷിനടുത്ത് മാമരം. എഴുതുന്നില്ലേ? നിങ്ങളെ ഫില്ല് ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് 3rd വൺ എന്താണ്? നീങ്ങി, നീക്കി, മുങ്ങി, മുക്കി, മടങ്ങി, മടക്കി. നെക്സ്റ്റ് അതേപോലെ തന്നെ ഒന്ന് നിങ്ങൾ പറയണം. ഒന്നും കിട്ടുന്നില്ലേ? സരസ്വതി ദേവി അനുഗ്രഹിക്കുന്നില്ലേ? അവിടുന്ന് കറങ്ങി, കറക്കി. എഴുതിക്കോ. കറങ്ങി, കറക്കി. എന്റെ കാലത്തൊന്നും ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ. കറങ്ങി, കറക്കി. എഴുതിയ മോനെ. അപ്പൊ ആ ഡേഷിലെടുത്ത് എന്താ എഴുതേണ്ടത്? കറങ്ങി, കറക്കി. എഴുതാൻ അറിയാത്തവർ പറയണേ. എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതരാം. കറങ്ങി മടങ്ങി, മടക്കിന്റെ ബാക്കി അതിന്റെ ഡേഷ് കണ്ടോ അവിടെ? അവിടെ കറങ്ങി. അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. അപ്പൊ കറങ്ങി, കറക്കി. കറങ്ങൽ സ്വന്തമായി കറങ്ങുന്നത്. നെക്സ്റ്റ് നമ്മൾ കറക്കുന്നത് എങ്ങനെ? ഇപ്പൊ ഫാൻ കറങ്ങി, പിന്നെ കറക്കും, പിടിച്ചു കറക്കാം. ഓക്കെ, അപ്പം അതാണ്. അതുപോലെ നീങ്ങി, നീങ്ങി പോവുക, നീക്കുക ആണല്ലോ. നമ്മള് ഒരു സ്ട്രെസ് എടുത്ത് നീക്കുന്നതാണ് അല്ലെ? നെക്സ്റ്റ് മുങ്ങി, മുക്കി, പിടിച്ചു മുക്കുന്നത്. വെള്ളത്തിലെല്ലാം മുക്കുന്നത് എങ്ങനെയാ? മുങ്ങല് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് സ്വന്തം മുങ്ങുന്നത്. മുക്കലോ വേറൊരാള് ചെയ്യുന്നതിനാ പറയുന്നത് അല്ലേ? അതേപോലെയാ പറയുന്നത്. മടങ്ങി, മടങ്ങി വെക്കുന്നത്. നെക്സ്റ്റ് മടക്കുകയോ വേറൊരാൾ ചെയ്യുന്നതാണ്. അടുത്ത കറങ്ങി, കറക്കി. ഓക്കെ അല്ലേ? അപ്പൊ അത് എഴുതിയോ ആ ഡേഷില്? നെക്സ്റ്റ് 4ാമത്തത് പോവാൻ, തേവാൻ, പാവാൻ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു.
ഞാൻ കൊറേ വേവാൻ ഓക്കെ വേവാൻ അരിയൊക്കെ നമ്മൾ വെന്തോ നോക്കാം അല്ലേ ഭക്ഷണമൊക്കെ പാകം വേവണം വേവാൻ ഇതാ അല്ലെങ്കിൽ ചാവാൻ എന്ന് പറയില്ല മരിക്കാൻ എന്നാ പറയുക അതുകൊണ്ട് അത് വേണ്ട വേവാൻ എഴുതിക്കോ അവിടെ ഒന്ന് എഴുതിയാൽ മതി ഏതെങ്കിലും ഒന്ന് വേവാൻ എഴുതാനറിയില്ലേ വാക്ക് ചിങ്ങുടുക വാ എഴുതുക വാ എഴുതുക ഇൻ ഓക്കെ പോവാൻ ആണോ പോവാൻ ഇവിടെ ഇല്ലേ എന്താ പറയുക വേഗുവാൻ മിസ്സേ പോകുവാൻ അങ്ങനെ അതവിടെ ഉണ്ട് പോവാൻ കണ്ടോ പക്ഷെ മിസ് അവൻ പറഞ്ഞ പോകുവാൻ അങ്ങനെ പോകൂ വേണ്ട ഇവിടെ ഏതെങ്കിലും ഒന്നിനുണ്ടോ എക്സാമ്പിൾ തന്നതിന് ചേർത്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ വേഗുവാൻ എന്നാണ് അത് ശരിക്ക് വേവാൻ എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ പോകുവാൻ എന്നുള്ളതാണ് പോവാൻ തേവാൻ തേവുകാൻ എന്നുള്ളതാണ് തേവാൻ നെക്സ്റ്റ് പാവുക അതാണ് പാവാൻ ഈ വിത്തൊക്കെ പാകലില്ലേ പാകി മുളപ്പിക്കലില്ലേ അത് ഞാൻ പറഞ്ഞേ പാവാൻ പാകുവാൻ എന്നുള്ളത് മനസ്സിലായി ഇതിലങ്ങനല്ലേ ഉപയോഗിച്ചിന് ഓരോന്നും ചാവാൻ ചൊന്നാൻ അതാ പറയുന്നത് നമ്മുടെ ഈ വരികളില് അപ്പൊ വേവാൻ വേഗുവാൻ എന്താണ് എന്തും അരിയൊക്കെ വെന്തോ നോക്കാറില്ല നമ്മള് പാകം നോക്കാറില്ലേ അടുത്തത് അഞ്ചാമത്തത് അന്തരിക്കുക പ്ലസ് ഇല്ല അന്തരിക്കുകയില്ല അല്ലെ അങ്ങനെയല്ലേ വരുക അന്തരിക്കുകയില്ല നെക്സ്റ്റ് സന്തപിക്കുകയില്ല അന്നേരം എന്താണ് സന്തപിക്കുക പ്ലസ് ഇല്ല അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ സന്തപിക്കുകയില്ല സംഘടിക്കുക പ്ലസ് ഇല്ലയാണ് എന്ത് സംഘടിക്കുകയില്ല അല്ലെ നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു വേർഡ് നമ്മൾ എഴുതണം പോകുകില്ല പോകുകില്ല പോകുക പ്ലസ് ഇല്ല എഴുതിക്കോ എക്സാമ്പിൾ അതേപോലെ തന്നെ ഒന്ന് അവിടെ എഴുതണമെന്നേ ഉള്ളൂ പോകുക പ്ലസ് ഇല്ല പോകുകയില്ല പോകുക പ്ലസ് വേണ്ട നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി ഇവിടെ സ്പേസ് ഇല്ല എന്നാ നോട്ട്ബുക്കിൽ എഴുതണം പക്ഷെ ഈ നോട്ട് ചെയ്യുമ്പോ ചെറുങ്ങനെങ്കിലും അവിടെ എന്നാലല്ലേ നോക്കി നമുക്ക് നോട്ടിലേക്ക് എഴുതാൻ പറ്റൂ ശ്രീദേവി എന്നെ വീഡിയോ ഓൺ ചെയ്തേ മോനെ അപ്പൊ പോകുകയില്ലാണ് അവിടെ എഴുതേണ്ടത് നെക്സ്റ്റ് ആറാമത്തത് ഓതി പ്ലസ് ആൻഡ് ഓതിനാൽ പാടി പ്ലസ് ആൻഡ് പാടിനാൽ ചാടി പ്ലസ് ആൻഡ് ചാടിനാൽ നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞു അതേപോലെ കേട്ട് പ്ലസ് കേട്ടിടാൻ ഓക്കെ കുഴപ്പമില്ല ഓതുക എന്ന് പറഞ്ഞാൽ പറയുക പാടുക അറിയാം നിങ്ങൾക്ക് ചാടുക അറിയാം നിങ്ങൾക്ക് അപ്പൊ അടുത്തത് കേട്ടിടാൻ ഓക്കെ കേട്ടിടാൻ എഴുതാവണം കേട്ട് നീങ്ങുക എന്ന് എഴുതാം നീങ്ങാൻ അല്ലെ മിസ് എന്താ മിസ് കേട്ടിടാൻ എഴുതണം നേരം അങ്ങനെയാണെങ്കിൽ കേട്ടിടാൻ കേട്ടിടാൻ ഓതി പ്ലസ് എന്തോ അത്ര ഒരു മാച്ച് ചെയ്യുന്നില്ല അല്ലെ ഓതി പ്ലസ് ആൻഡ് ഓതിനാൻ ചാടി ചാടി ഓടി ഓടിടാൻ അപ്പൊ ഓടിടാൻ ഓടി പ്ലസ് ആൻ ഓടിടാൻ എഴുതിയാലും മതി കേട്ടോ അല്ലെങ്കിൽ കേട്ടിടാൻ ഓടിടാൻ ചാടിടാൻ എന്തെങ്കിലും എഴുതിക്കോ നിങ്ങൾക്ക് തോന്നുന്നത് നെക്സ്റ്റ് സെക്കൻഡ് ആക്ടിവിറ്റീസ് എന്താ മാതൃക നോക്കി പൂരിപ്പിക്കുക തുണയ്ക്കുന്നോ എന്താണ് എന്നിട്ട് എന്താ എഴുതി തന്നെ തുണയ്ക്കാത്തോ അപ്പൊ അതേപോലെ താഴെയിലെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്താണ് കളിക്കുന്നോർ കളിക്കാത്തോർ കളിക്കുന്നോർ കളിക്കാത്തോർ അടുത്തത് പഠിക്കാത്തോർ നെക്സ്റ്റ് അടുക്കുന്നോർ അടുക്കാത്തോർ അടുത്ത് വരാത്തോർ എന്നർത്ഥം ഓക്കെ അടുക്കാത്തോർ എന്നാണ് അടിക്കാത്തോർ അല്ല കേട്ടോ വള്ളി ഇടരുത് എന്നിട്ട് മാറി അർത്ഥം നെക്സ്റ്റ് രണ്ടാമത്തത് പെരിയ പ്ലസ് അവർ പെരിയവർ പെരിയോർ അപ്പൊ അതേപോലെ നമ്മൾ അടുത്തതെല്ലാം ചെയ്യണത് ചെറിയ പ്ലസ് അവർ ചെറിയവർ ചെറിയോർ ചെറിയോർ അവിടെ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തെല്ലാം എഴുതണം ചെറിയ പ്ലസ് അവർ ചെറിയവർ എന്നിട്ട് എന്ത് എഴുതണം ചെറിയോർ മനസ്സിലായോ ഓക്കെ നെക്സ്റ്റ് അത് അടുത്തതോ പുതിയോർ പുതിയ പ്ലസ് അവർ പുതിയവർ ഇവിടെ ചെറിയോന്ന് വന്ന് കൊടുത്തിട്ടില്ലേ
ആ ചെറിയോർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുന്നേ എന്തൊക്കെ എഴുതണം? ആ ചെറിയ പ്ലസ് അവർ, ചെറിയവർ എന്ന് എഴുതണം. അതാ ഇവിടെ നോക്കിയേ, പെരിയ പ്ലസ്, ശ്രദ്ധിച്ച് നിങ്ങൾ ആദ്യത്തത് പെരിയ പ്ലസ് അവർ, പെരിയവർ, പെരിയോർ. 3 സ്റ്റെപ്പ് അല്ലേ? ചെറിയവർ, ചെറിയ പ്ലസ് അവർ എഴുതിയിട്ട് ചെറിയവർ, ചെറിയവർ. ആ അങ്ങനെ അത്ര എഴുതണം. അപ്പൊ നോട്ടിലേക്ക് എഴുതുമ്പോ അത് 3 എഴുതണ്ടേ നമ്മള്? 3 സ്റ്റെപ്പ് വരും. അടുത്തത് പുതിയ പ്ലസ് അവർ, പുതിയവർ, പുതിയവർ, പുതിയോർ. അടുത്തത് വലിയ പ്ലസ് അവർ, വലിയവർ, വലിയോർ. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് ചെറിയതാണ്. ഏറ്റവും ചെറിയ വർക്ക് വരുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളൊന്ന് 3-ലോ 4-ലോ ബുക്ക് എടുത്ത് നോക്കണം. എത്രയാ വർക്കുകൾ എന്നറിയാം. ടഫില്ലത് വരുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ, ഒന്നുമില്ല, ചെറിയ സംഭവം. എനിക്ക് തന്നെ എന്തുവാകുന്നു. ഓക്കെ, അടുത്തത് കണ്ടോ? ചേർക്കുന്നു, ചേർപ്പു. അടുത്തതോ പാർക്കുന്നു, പാർപ്പു. അടുത്തതോ ഓർക്കുന്നു, ഓർപ്പു. അടുത്തത് കോർക്കുന്നു, കോർപ്പു. കോർക്കുന്നു അല്ല കേട്ടോ, കോർക്കുന്നു, കോർക്കുന്നു. കോർക്കുന്നു, കോർപ്പു. കോർക്കലില്ലേ നമ്മള് മാലയിലെല്ലാം. നെക്സ്റ്റ് 4-മത്തത് ചൊന്നു. എന്താണ്? ചൊന്നാൻ. അടുത്തത് വന്നു, വന്നാൻ. അടുത്തത് നിന്നു, നിന്നാൻ. അടുത്തത് ആദ്യം വന്നത് എന്ത്? ചൊന്നു തന്നെ, അല്ല ചെന്നു, ചെന്നാൻ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. നെക്സ്റ്റ് 5-മത്തത് കര, കരക്കാരൻ. എക്സാമ്പിൾ അതേപോലെ പറഞ്ഞോ ബാക്കിയെല്ലാം. കട, കടക്കാരൻ. തുണ, തുണക്കാരൻ. പൂ, പൂക്കാരൻ. വെരി ഗുഡ്. നെക്സ്റ്റ് 6th വൺ എന്താണ്? ആശ്വസിപ്പിക്കുന്നു, ആശ്വസിപ്പിച്ചു. പറഞ്ഞോ അടുത്ത് ആരാന്ന് വെച്ചാ? നശിപ്പിക്കുന്നു, നശിപ്പിച്ചു. കുളിപ്പിക്കുന്നു, കുളിപ്പിച്ചു. അടുത്തത് വായിപ്പിക്കുന്നു, വായിപ്പിച്ചു. വായിപ്പിക്കുന്നു, വായിപ്പിച്ചു. അപ്പൊ എന്താണെന്നറിയോ? ഒരാള് മാത്രം ചെയ്യുന്നതും മറ്റേതോ വേറൊരാളെ ഇതിൽ ചെയ്യുന്നില്ലേ? ആശ്വസിപ്പിക്കുന്നു പറഞ്ഞ ആരാ? വേറൊരാള് ചെയ്യുന്നല്ലേ? ആശ്വസിപ്പിച്ചു. മനസ്സിലായില്ലേ? ഇനി അടുത്തത് 3-മത്തത് വ്യത്യാസമുള്ളവ എടുത്തെഴുതുക. ഉണക്കലരി, പുഴുക്കലരി, ചെറുനെല്ലരി, പച്ചനെല്ലരി. ഏതാ ഇതിൽ വ്യത്യാസമുള്ളവ? അതിലേതാ വ്യത്യാസം? ഉണക്കലരി എന്ന് പറഞ്ഞാൽ എന്താണ്? പുഴുങ്ങലരി തന്നെ അല്ലേ? പുഴുക്കലരി തന്നെ. അപ്പൊ അത് രണ്ടും ഒന്നാണ്. അടുത്ത ചെറുനെല്ലരിയും പച്ചനെല്ലരിയും. പച്ചനെല്ലരി, പച്ചനെല്ലരി. ചെറുനെല്ലരിയോ? അത് ഏതാ വ്യത്യാസമുള്ളവയാണ് കണ്ടെത്തേണ്ടത്. അത് പച്ചനെല്ലരി. അതുകൊണ്ട് അപ്പൊ അതായിരിക്കും അല്ലെ? പച്ച കളറിലായിരിക്കൂല, വെള്ള കളർ. പച്ചരി എന്ന് പറയുമ്പോ പച്ച കളറല്ല കേട്ടോ. അപ്പൊ പച്ചനെല്ലരിയാണോ വ്യത്യാസമുള്ളത്? അതെ, ആയിരിക്കില്ല. യെസ്, എന്നാ പച്ചനെല്ലരി. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചെറുനെല്ലരിയാണോ പച്ചനെല്ലരിയാണോ എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, ഇനി 2-മത്തത് ഇല്ല പ്ലസ് അല്ലോ. ശ്രദ്ധിച്ചു നോക്കണേ. ഇല്ല പ്ലസ് അല്ലോ, ഇല്ലല്ലോ. അടുത്ത എങ്ങനെയാ പിരിച്ചെഴുതുക നമുക്ക് നോക്കാം. കല്ലല്ലോ എന്നുള്ളത് എന്താ വരുക? ഒന്ന് പറഞ്ഞേ. കല്ല് പ്ലസ് അല്ലല്ലോ. വെരി ഗുഡ്. കല്ല്. ചന്ദ്രക്കല വേണം അല്ലേ? മറ്റേതുപോലെ അല്ല. കല്ല് പ്ലസ് അല്ലോ, കല്ലല്ലോ. നെക്സ്റ്റ് അടുത്തത് തല്ലല്ലോ. എങ്ങനെ പിരിച്ചെഴുതും? കല്ല് പ്ലസ് അല്ലല്ലോ, കല്ല് പ്ലസ് അല്ലല്ലോ, തല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വില്ല്. വില്ലല്ലോ എന്നുള്ളത് എങ്ങനെയാ? വില്ല് പ്ലസ് അല്ലോ, അല്ലല്ലോ. അല്ലല്ലോ വേണ്ട കേട്ടോ, അല്ലോ. നമുക്കൊന്നുകൂടി നോക്കാം. ഇത് കണ്ടോ? ആദ്യത്തെ ഇല്ല പ്ലസ് അല്ലോ എന്നതാണ് ഇല്ലല്ലോ. അടുത്തത് എങ്ങനെയാ? കല്ലല്ലോ എന്നിട്ട് എങ്ങനെ പിരിച്ചെഴുതല്? കല്ല് പ്ലസ് അല്ലല്ലോ വേണ്ടല്ലോ, കല്ല് പ്ലസ് അല്ലോ, കല്ലല്ലോ. അടുത്തത് കല്ല് പ്ലസ് അല്ലോ, തല്ലല്ലോ. അത്രയും അല്ലല്ലോ എന്ന് അവിടെ വേണ്ട കേട്ടോ. അതാണ് ഡിഫറൻസ്. ഏതാ അപ്പോ? ഫസ്റ്റ് വൺ ഏത്? ഇല്ല പ്ലസ് അല്ലല്ലോ. അതെങ്ങനെയാ? ചന്ദ്രക്കലിയും ഇല്ല, അല്ലല്ലോ വരുന്നുണ്ട് അല്ലേ? അതാണ് ശരിക്ക്
മാറ്റം, വ്യത്യാസമുള്ളത് അതിൽ ഇല്ലല്ലോ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ റൗണ്ട് ചെയ്തോ വ്യത്യാസമുള്ളവയ്ക്ക്. അടുത്ത മനസ്സിലായില്ലേ അതിൽ എന്തുകൊണ്ടാ വ്യത്യാസം എന്ന് മനസ്സിലായോ? രണ്ടാമത്തെ ഇപ്പം പറഞ്ഞില്ലേ. അടുത്ത മൂന്നാമത്തത്, മുറുക്കാൻ വാങ്ങി, പറക്കാൻ പഠിച്ചു, തുറക്കാൻ പറഞ്ഞു, ഇറക്കാൻ കഴിഞ്ഞു. ഇതിലേതാണ് വ്യത്യാസമുള്ളത്? തുറക്കാൻ. ഓക്കെ, വെരി ഗുഡ്. മുറുക്കാൻ വാങ്ങി അല്ലേ? അതെന്താ ഇത്? പോയിട്ട് കടയിൽ പോയി വാങ്ങുന്ന സാധനമാണ് മുറുക്കാൻ. ഏത്? ഒരു മുറുക്കാൻ അറിയില്ല നിങ്ങൾക്ക്? ഇങ്ങനെ ചവയ്ക്കുന്ന ചിലവരൊക്കെ, അതാണ് മുറുക്കാൻ. പറക്കാൻ പഠിച്ചു പറഞ്ഞാൽ പറക്കാൻ പഠിക്കുന്നതാണ് അല്ലേ? നെക്സ്റ്റോ, അടുത്തത് തുറക്കാൻ പറഞ്ഞു. അറക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിനെല്ലാം അറക്കുവല്ലേ? ഏത് ഏത് അറക്കാൻ കൊടുത്തു? മുറുക്കാൻ. തുറക്കാനല്ലേടാ, പറക്കാൻ, പക്ഷികള് പറക്കുന്നത്. നെക്സ്റ്റ് എന്താ? തുറക്കാൻ. എന്റെ പെട്ടിയൊക്കെ എന്തെങ്കിലും നമ്മൾ വാതിലൊക്കെ തുറക്കാൻ പറയൂ അല്ലേ? ഇറക്കാൻ, എന്തെങ്കിലും ഇറക്കുന്നത്, സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കാം. അപ്പൊ ഇതില് ഡിഫറെന്റ് ഏതാ? മുറുക്കാൻ വാങ്ങി അല്ലേ? ഇനി അടുത്തത് മാമുനി, മാമൂൽ, മാമരം, മാമല. ഏതാ ഡിഫറെന്റ് അതില്? മാമല. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞ മാലോകർ, മാമല, മാമുനിൽ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. മാമുനി, മാമൂൽ, മാമരം, മാമല. അർത്ഥം എങ്ങനെ വരും എന്ന് ശ്രദ്ധിച്ചു നോക്കും. മാമരം മാത്രം. മാമുനി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മളിപ്പം പറഞ്ഞു മാലോകർ, വലിയ മുനി എന്ന അർത്ഥത്തിൽ, മഹാമുനി. നെക്സ്റ്റ് മാമരം, എന്താ അർത്ഥം? മഹാമരം, വലിയ മരം. മാമരങ്ങൾ മെല്ലെ ഉലച്ചിടുന്നു അങ്ങനെ കേട്ടിട്ടില്ലേ? മഹാമരങ്ങൾ. പിന്നെ മാമല, വലിയ മല, മഹാമല. അപ്പൊ അതിലേതാ ഡിഫറെന്റ്? മാമൂലിന്റെ വലിയ മൂലല്ല. മാമൂൽ എന്ന് പറഞ്ഞാൽ പഴയ ആചാരങ്ങൾ എന്നർത്ഥത്തിലാണ് മാമൂൽ. അപ്പൊ മാമൂലാണ് അതിൽ ഡിഫറെന്റ്. മാമൂൽ സർക്കിൾ ഇട്ടിട്ടോ എങ്ങനെ നിങ്ങൾ വെച്ചോട്ടോ വ്യത്യാസമുള്ളത് മാർക്ക് ചെയ്തോ അവിടെ. മാമൂൽ. ഇനി അടുത്തത് കണ്ടോ, വ്യത്യാസത്തിന്റെ അല്ല, അതവിടെ കഴിഞ്ഞു. ഇനി അടുത്തത്, കണക്കായി എന്നതിന് ഉചിതമായി എന്നർത്ഥം വരുന്ന വാക്യം ഏത്? താഴെ തന്നവയില് കണക്കായി എന്നതിന് ഉചിതമായി എന്നർത്ഥം വരുന്ന വാക്യം ഏത്? ഒന്ന് വായിച്ച് ശ്രദ്ധിച്ച് വായിച്ചിട്ട് നിങ്ങൾ നോക്കിയേ ഏതാന്ന് നമുക്ക് നോക്കാം. ആരൊക്കെ പറയും നോക്കട്ടെ. ശ്രദ്ധിച്ചു വായിക്കണം, എന്നാലേ ആൻസർ കിട്ടും. മനസ്സിലായോ? 100 രൂപ. സംഭവം മനസ്സിലായി? അന്ന് കണക്കായി എന്നതിന് ഉചിതമായി എന്ന അർത്ഥം വരുന്നത്. അപ്പൊ അതില് ഒന്നാമത് ഞാൻ വായിക്കാം. ഇപ്പോൾ കണക്കായി 100 രൂപ ഞാൻ നിങ്ങൾക്ക് തരാനുണ്ടല്ലോ. അത് ഉചിതമായി എന്നാണോ? അല്ല, കൃത്യമായി എന്നാണ് വരിക. അതുകൊണ്ട് അതല്ല. നെക്സ്റ്റ് രണ്ടാമത്തെ വായിക്ക്. കണക്കായെല്ലാം ഞങ്ങൾ ഇറക്കി നിലത്തി, കണക്കായെല്ലാം ഞങ്ങൾ ഇറക്കി നിലത്തിപ്പോൾ. നമ്മുടെ പാട്ടിലത്തെ വരികള് അതെങ്ങനെയാ? അതുമല്ല. നെക്സ്റ്റ് മൂന്നാമത്തത്, കണക്കായി പോയി. തോന്നിയാസം പറഞ്ഞിട്ടല്ലേ അടി കിട്ടിയത്. അന്നേരം ഏതാ അർത്ഥം വരുന്നത്? തോന്നിയാസം എന്ന് പറഞ്ഞാല് കുറ്റക്കേട്. തോന്നിയാസം പറഞ്ഞിട്ടല്ലേ അടി കിട്ടിയത്. കണക്കായി പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉചിതമായി അല്ലേ? ഇതല്ലേ ഉചിതമായി വരുന്നേ. ഇനി ലാസ്റ്റ് വൺ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? അടി തെറ്റിയാൽ ആനയും വീഴും എന്ന കണക്കായി നിങ്ങളുടെ പരാജയം. ഉചിതമല്ല. ഓക്കെ, അപ്പൊ എന്താണ് കറക്റ്റ് ഉത്തരം? കണക്കായി പോയി. തോന്നിയാസം പറഞ്ഞിട്ടല്ലേ അടി കിട്ടീനി. ഉചിതായിനി കിട്ടണ്ടേന്നെ പറയില്ലേ നമ്മള്? അതാണ്. അപ്പൊ അതിന് നിങ്ങൾ മാർക്ക് ചെയ്തോ. അതാണ് കണക്കായി എന്നർത്ഥം അല്ല, ഉചിതമായി എന്നർത്ഥം വരുന്ന കണക്കായി. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് വൺ. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളും അവയുടെ വിവിധ അർത്ഥങ്ങളും നോക്കി മനസ്സിലാക്കി ഏതർത്ഥമാണ് പാഠഭാഗത്ത് കൂടുതൽ യോജിക്കുക എന്ന് പരിശോധിക്കുക. അതിൽ ഒന്നാമത്തത് കര. കടലല്ലാത്ത പ്രദേശമാണ് കര. ഒന്ന്, വസ്ത്രങ്ങളുടെ വക്കിൽ നീളത്തിൽ നിറമുള്ള നൂലുകൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഭാഗം. ചെറിയ ദേശം, ജലാശയങ്ങളുടെ തീരം. ഇതിൽ ഏതാ നമ്മുടെ പാഠഭാഗത്ത് വരുന്ന കര? നമ്മളെ ഇതിൽ ഏതെങ്കിലും കര പറഞ്ഞിട്ടുണ്ടോ? കരക്കാരൻ തിരക്കായകത്തെത്തി പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പിന്നെ ഏതാ?
വേറെ എവിടെ നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള മക്കളെ? വസ്ത്രങ്ങളുടെ കര എന്നുള്ള അർത്ഥത്തിലായിരിക്കും അല്ലേ? വസ്ത്രങ്ങളുടെ വക്കിൽ നീളത്തിൽ നിറമുള്ള നൂലുകൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഭാഗം കര. ഇവിടെ രണ്ട് രീതിയിൽ കര ഉപയോഗിച്ചിട്ട് കാണുന്നുണ്ട് ഇത് നമ്മുടെ പാഠഭാഗത്ത്. ഒന്ന് കരയുന്നതിനിടയ്ക്ക് ഒതിനാൽ, ഒന്ന് കരയുന്നതാണ്. എങ്ങനെ നമ്മൾ കരയാറില്ല അത്. പിന്നെ വരുന്നത് എങ്ങനെയാ? കച്ചാന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അരിയുണ്ടെങ്കിൽ അരിയുണ്ടെന്നാൽ അങ്ങോട്ട് അന്തരിക്കുകയില്ലല്ലോ എന്ന്. അതല്ല. കര ഇവിടെ വസ്ത്രങ്ങളുടെ വക്കിൽ നീളത്തിൽ നിറമുള്ള നൂല് കൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഭാഗം ആയിരിക്കാം. ഓക്കെ, നമ്മൾ ഇതില് കച്ചാന്ന് ഒരു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത് മരിച്ചവർക്കെല്ലാം ഉണ്ടാക്കുന്ന കച്ചയില്ലേ, നമ്മള് പട്ടെല്ലാം വിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ പറയാമോ എനിക്കറിയില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? രണ്ടാമത്തത് പെണ്ണ്. എന്താ അർത്ഥം വരുന്നത് ഇതില്? കരയുന്നതിനോട് ഓതിനാൾ അവൾ എന്ന് പറയുന്നില്ലേ, ഭാര്യ അല്ലെ? ഇതിലെന്താ അർത്ഥം? ഭാര്യ. അപ്പൊ ആദ്യത്തെ വസ്ത്രങ്ങളുടെ വക്കിൽ നീളത്തിൽ നിറമുള്ള നൂലുകൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഭാഗം അതാണ്. ഇവിടെ കടലല്ലാത്ത പ്രദേശോ ചെറിയ ദേശോ ജലാശയങ്ങളുടെ തീരൊന്നും നമ്മുടെ ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഏതാ നമുക്ക് വരുന്നത്? വസ്ത്രങ്ങളുടെ വക്കിൽ നീളത്തിൽ നിറമുള്ള നൂലുകൊണ്ട് നെയ്തുണ്ടാക്കുന്ന ഭാഗം, അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തേല് പെണ്ണ് എന്നതിൽ എന്താണ്? ഭാര്യ അല്ലെ? അതായത് ആ വിധവ എന്ന് പറയുന്നില്ലേ, മരിച്ച ആളുടെ ഭാര്യ എന്നർത്ഥം. അപ്പൊ ഭാര്യ എന്നുള്ളതിന് മാർക്ക് കിട്ടും കേട്ടോ. അടുത്ത മൂന്നാമത്തത് താങ്ങുക. താങ്ങുക ഏതാണ് ഇതില്? എന്താണ്? താങ്ങുവാൻ, മുതിർന്നെത്തി അല്ലെ, സഹായിക്കാൻ അല്ലെ, സഹായിക്കാൻ. നെക്സ്റ്റ് കച്ച, കട്ടിയുള്ള വസ്ത്രം, മുറിക്കാത്ത കോടി വസ്ത്രം, ശവം മൂടിക്കെട്ടാനും നീളത്തിലുള്ള കോടി വസ്ത്രം. അതാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് നോക്കിയേ? മരിച്ചാൽ ശവം വിവസ്ത്രമാക്കി തുണി കൊണ്ട് മൂടി നിലത്ത് കിടത്തി ചുറ്റും ഉണക്കലരിയും നെല്ലും മണ്ണും തൂവുന്ന ചടങ്ങിനെ നിലത്തിറക്കുക എന്ന് പറയുന്നു. ഇതുപോലെ മരണവുമായി ബന്ധപ്പെട്ട ആചാര പദങ്ങൾ കണ്ടെത്തുക. ടെക്സ്റ്റിലില്ല, ആരെയും ഞാൻ വായിക്കുന്നേ. എന്തെല്ലാം പദങ്ങളാ കണ്ടെത്തുന്നല്ലേ? ആൻമരിയെ ഞെട്ടിപ്പോയിട്ട്. ഇനി ആദ്യം ഉണ്ടോ പദങ്ങൾ അല്ലേ? അപ്പൊ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? കച്ച വാങ്ങാനുള്ള കാശുമായി എത്തിയിട്ടുണ്ട്. അപ്പൊ ശവം മൂടിക്കെട്ടാനുള്ള നീളത്തിലുള്ള കോടി വസ്ത്രം അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിച്ചിട്ടെല്ലാം വേറെ ഒരു വസ്ത്രം ഇങ്ങനെ കെട്ടി മൂടും അല്ലെ? അതിനാണ് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ എന്താണ്? അരിയുണ്ടെങ്കിൽ. ജനിച്ചാൽ മരിക്കുന്നതിനിടയ്ക്ക് ഇത്ര അരിയുടെ ഭക്ഷണം കഴിക്കുന്നത് വരെ ജീവിക്കുക എന്നൊരു വിധിയുണ്ട് അത്രേ. അരി എത്തി എന്നെല്ലാം പറയാറുണ്ട് പണ്ട് കാലങ്ങളിൽ, അതായിരിക്കാം. അത് തീർന്നാൽ ആൾ മരിക്കും. ഇതിനാണ് അരി എത്തുക എന്ന് പറയുന്നത്. അരിയും ആയുസ്സും തീരുക എന്ന് പറയും. ഇതുപോലെ അരിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും ശൈലികളും കണ്ടെത്തുക. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനും നാമൃത. എന്താണ്? നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു ഉറപ്പൂല അല്ലെ? ഇന്ന് കണ്ടവരെ നാളെ കാണില്ല. ജ്ഞാനപ്പാലിന്റെ വരികൾ കേട്ടിട്ടില്ലേ അല്ലെ? ഇന്ന് 10 കിട്ടുകിൽ 100 മതി എന്നും, ശതമാകെ സഹസ്രം മതി എന്നും. പിന്നെയോ കണ്ടുകണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ജ്ഞാനപ്പാല കേട്ടിട്ടുണ്ടോ മക്കള്? പൂന്താനത്തിന്റെ വരികള്. അതാ അവിടെ പാടുന്നു. എന്താ സൂപ്പർ. ആരാ പാടിയേ? ആര്? എന്റെ പപ്പ. കണ്ടോ? സൂപ്പർ. അതാണ് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന. അച്ഛനറിയാം അല്ലേ? ഷോന്റെ പപ്പ നന്നായി പാടിയിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്കണം മക്കളെ. അതിൽ എന്തൊരു രസാണെന്നറിയോ കേൾക്കാൻ? എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ടുകണ്ടെങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകെ സഹസ്രം മതിയെന്നും. നിങ്ങൾ പറഞ്ഞ എന്താ അർത്ഥം? മനുഷ്യന്റെ ആർത്തി എപ്പോഴും തീരില്ല അല്ലെ? എന്താണ്? 10 കിട്ടുമ്പോ എനിക്ക് 100 വേണമെന്ന് അല്ലെ?
ശതമാണെങ്കിലോ സഹസ്രം, 100 കിട്ടുമ്പോൾ ഇപ്പൊ 1000 വേണം. ഇപ്പൊ ആർത്തി അല്ലെ, അത്യാർത്തി, മനുഷ്യന്റെ അത്യാർത്തി എപ്പോഴും ചെയ്യില്ല. പക്ഷെ എന്നാലോ ഇന്ന് കണ്ടവന് എന്താ നാളെ കാണില്ല അല്ലെ, അതൊക്കെ ദൈവം തീരുമാനിക്കും. കണ്ടുകണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ അല്ലെ. ഇന്ന് കണ്ട ആളെ നാളെ കാണുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല അല്ലെ. നമ്മൾ ഇന്ന് പോയി ചിലപ്പോ നാളെ അടുത്ത ദിവസം ക്ലാസ് എടുക്കാൻ സുമാമിസ് ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല അല്ലെ. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, നാളത്തേക്ക് വേണ്ടുന്ന സമ്പാദിച്ചു വെക്കാനുള്ള തത്രപ്പാടാണ് എല്ലാവർക്കും. ആണ് പറഞ്ഞത്. അപ്പോ ഇവിടെ ണ്ടോ മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത അല്ലെ. ഇതിന്റെ ഇടയിൽ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് കുറച്ച് നാളുകളെ നമുക്കുള്ളൂ. അതിന്റെ ഇടയിൽ നമ്മൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് അല്ലെ. നല്ല രീതിയിൽ നല്ല മനസ്സോടെ എല്ലാവരെയും സ്നേഹിച്ച് ജീവിച്ച് മുമ്പോട്ട് പോയാൽ പോരെന്ന അർത്ഥം. എന്ന് പറഞ്ഞാല് നമുക്ക് അത്രേ സമയം കിട്ടുന്നല്ലോ. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഏത് നിമിഷവും മരണം നമ്മളെ തട്ടിയെടുക്കും അല്ലെ. അവിടെ കാലൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നരകത്തിലോ സ്വർഗത്തിലോ എവിടെയോ കാലനെ അറിയോ? ആരാ ഈ കാലൻ? മിസ് എന്താ ഒരു കാലന്റെ കാര്യം പറഞ്ഞ? ആരാ കാലൻ? നമ്മളെ എടുത്തിട്ട് പോകുന്ന ആളാണ്. ഇന്ന സമയം നമ്മൾ ജനിക്കുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര വരെ ഇത്ര മണിക്ക് നീ പോവും അല്ലെ. അപ്പൊ കാലം വരും കൊണ്ടുപോകും നമ്മളെ. അപ്പോ ആ സമയത്തിന് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കുറച്ച് സമയമുള്ളൂ. ആ നൂൽപ്പാലാണ് ഏത് സമയവും പൊട്ടിപ്പോകാവുന്ന ഒരു ചെറിയ നൂലിലേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും അല്ലെ. ഞാൻ വലുത്, നീ ചെറുത്, നീ വലുത് എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ, അതാണ് ആ വരിയിൽ പറയുന്നത് അല്ലെ. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ അത്രേ സമയങ്ങളുള്ളൂ. ഇന്ന് കണ്ട ആളെ നാളെ കാണുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു പോവുക, മത്സരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്ന് ഇരടിയുമായി ബന്ധപ്പെട്ട വരികൾ പാഠത്തിൽ നിന്നും കണ്ടെത്തുക. പ്രധാനമന്ത്രിയും ശിപായിയും ഓരോ തരക്കാരായിടും ഉറക്കം തൂങ്ങുമ്പോൾ അല്ലെ. എന്താ പറഞ്ഞേ? പ്രധാനമന്ത്രി ആയാലും ശിപായി ഏറ്റവും താഴേക്കടയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും അല്ലെ. ഒരു ഓഫീസില് പ്രധാനമന്ത്രി ശിപായി പറഞ്ഞ ആരാ? ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാലും എന്താണ്, ഒരേ തരക്കാരായിടും ഉറങ്ങുമ്പോൾ അല്ലെ. ഉറക്കം തൂങ്ങുമ്പോൾ എന്താ അവര് ഒരേപോലെ തന്നെ അല്ലെ. എല്ലാവർക്കും ഉറക്കം വരില്ലേ? അതാ പറഞ്ഞത്. ആർക്കും വ്യത്യാസമൊന്നുമില്ല, വലിയവനെന്നോ ചെറിയവനോ ഒന്നുമില്ല. മരണം എല്ലാവരെയും തട്ടിക്കൊണ്ടുപോകും അല്ലേ. അത് പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കാലം പറയും ഞാൻ കൊണ്ടുപോകില്ല എന്നും പറയില്ല അല്ലെ. എന്തായാലും കൊണ്ടുപോകും. വലിയവനെയും ചെറുവനെയും എല്ലാം എന്തായി മരണം തട്ടിയെടുത്തിട്ട് തന്നെ പോകും. ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ കുറച്ച് വരികളാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ മനുഷ്യരെല്ലാം ഒരേ തരക്കാരാവുന്ന മറ്റൊരു സന്ദർഭം പറയുക. ഒരേ തരക്കാരാവുക പറഞ്ഞാല് എല്ലാവരും മരണത്തിന്റെ മുന്നിൽ ഒരേപോലെയാണ് അല്ലെ. ഒരു ഡിഫറൻറ്റും ഇല്ല. വലിയവനെന്നോ ചെറിയവനോ അല്ലെങ്കിൽ വലിയ ജോലിക്കാരനെന്നോ അല്ലെ പണക്കാരനെന്നോ പാവപ്പെട്ടെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. മരണത്തിന് എല്ലാവരും ഒരുപോലെയാണ്. കാരണം വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും അതത് സമയത്ത് തന്നെ കൊണ്ടുപോകും അല്ലെ. അപ്പൊ അതിന്റെ ഉദാഹരണം ഇവിടെ പറയുന്നേ, അരിയുണ്ടെന്നാൽ അങ്ങോരന്തരിക്കുകയില്ലല്ലോ. അങ്ങോര് പറഞ്ഞാരാ? അദ്ദേഹം അല്ലെ, ഭർത്താവിനെ ആണ് ഇതിന് സൂചിപ്പിച്ചത്. എന്നതിന് അയാൾ, അദ്ദേഹം എന്നെല്ലാമാണ് അർത്ഥം. ഇവിടെ ഭർത്താവ് എന്ന അർത്ഥവും പറയാം. നമ്മുടെ കഥയിൽ എങ്ങനെയാ? ഭർത്താവ് അല്ലെ, അദ്ദേഹം ഭർത്താവ്. ആ അർത്ഥത്തിൽ വേറെയും പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, നങ്ങേലി പെണ്ണിന്റെ അങ്ങോരും വന്നില്ല എന്തെന്റെ മാവേലി ഓണം വന്നു. നാടൻ പാട്ടാണ് അത്. അടുത്തെന്താ? അങ്ങോരവളെ പിരിഞ്ഞരനാഴിക അങ്ങേ കൂറ്റിൽ പോലും പോകയില്ല. കുചേലവൃത്തം വഞ്ചിത്തുള്ളിലത്തെ ഒരു വരിയാണ് അവിടെ പറഞ്ഞത്. ഇതുപോലെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതിന് പല ദേശങ്ങളിലും പല വാക്കുകളാണ് പറയുക അല്ലെ. ചില പ്രയോഗങ്ങൾ ശേഖരിക്കുക. എന്താണ് ഇവിടെ? അങ്ങോര് എന്ന് പറഞ്ഞത് ഭർത്താവിനെയാണ്. അപ്പൊ എന്തൊക്കെയോ അർത്ഥങ്ങളിൽ നമ്മള് പറയാറുണ്ട്. ചില സ്ഥലങ്ങളിലും ദേശങ്ങളിലും ഒക്കെ അതിന്റെ മാറ്റം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇത്രയാണ് ആ പാഠഭാഗത്ത് ഉള്ളത്. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ വരെ ഇല്ല ആ പാഠഭാഗത്ത് അല്ലേ. പക്ഷെ നല്ലൊരു പോയായിരുന്നു നിങ്ങള്. അതുപോലെ പൂന്താനത്തിന്റെ വരികളും
നമ്മുടെ ഇപ്പൊ നമ്മൾ പഠിച്ച അരിയില്ലാഞ്ഞിട്ട് എന്നാ ആരുടേതാ? വൈലോപ്പിള്ളിയുടെ കുറെ കവിതകൾ നിങ്ങൾക്ക് കേട്ടാലൊന്നും മതിവരാത്ത കവിതകളുണ്ട്. മാമ്പഴം, അതുപോലെ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഫോൺ യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യുക? വെറുതെ കഴിയുന്ന അനാവശ്യ സമയങ്ങളിൽ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കേട്ട് നോക്കുക. ഓക്കെ, വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പൊ പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിപ്പോ എത്ര പാഠമായി? 4 പാഠം കഴിഞ്ഞു, 4 ലെസൺ കഴിഞ്ഞു അല്ലേ? ജൂലൈയിലേക്ക് 4 ലെസൺ കഴിയണം. ഓക്കെ, അപ്പോ 4 ലെസൺ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് കമ്പ്യൂട്ടർ പ്രപഞ്ചം എന്നൊരു പുതിയ പാഠാണ് എടുക്കാനുള്ളത് അല്ലെ? കമ്പ്യൂട്ടർ പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തിനും ഏതിനും എന്താണ് ഈ ന്യൂ ജനറേഷൻ യുഗത്തില് കമ്പ്യൂട്ടർ ആണ് അല്ലെ? നമ്മളിപ്പോ എന്താണ് പഠനം വരെ വീട്ടിൽ വെച്ചാണ്, വിദ്യാഭ്യാസം വരെ എന്താണ് കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ് അല്ലെ? എല്ലാം. കമ്പ്യൂട്ടർ എന്ന ആ ഒരു സാധനത്തെ പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരാവശ്യമില്ല. എന്നെക്കാണ് എന്തുകൊണ്ടും നിങ്ങളാണ് അതില് നോളജ് ഇല്ലാതെ അല്ലേ ഫേറ്റേ? എന്ത് കാര്യത്തിനും എന്നെക്കാണ് നിങ്ങൾക്കായിരിക്കും അല്ലെ? അപ്പൊ കമ്പ്യൂട്ടർ പ്രപഞ്ചം എന്ന ഒരു പാഠഭാഗം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ തുടങ്ങാം. ഇപ്പൊ ഇനി അത്രേ സമയമുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ഈ പാഠത്തിന്, നമ്മുടെ പാഠത്തിന്റെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നോട്ടിലേക്ക് തന്നെ പകർത്തി എഴുതണം. നിങ്ങൾ അധിക പേരും ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ നോട്ടിലേക്ക് എഴുതിയിട്ട് കണ്ടുള്ളൂ. അത് പറ്റില്ല. നിങ്ങൾ നോട്ടിലേക്ക് എല്ലാ ആക്ടിവിറ്റീസും എഴുതണം. അതായത് നമുക്ക് ഞാൻ എഴുതിയത് ശരിയാണോ മിസ്? ആ, എഴുതിയിട്ടുണ്ട്. അർത്ഥവും പര്യായവും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം, എന്നാലേ നിങ്ങൾ പഠിക്കൂ കേട്ടോ. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വരികളൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഈ അരിയില്ലാഞ്ഞിട്ട് എന്ന പാഠഭാഗം നല്ലപോലെ ഒന്ന് കേട്ടു നോക്കും പാട്ട്, അന്ന് മിസ് കേൾപ്പിച്ചു തന്ന പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ അടുത്ത ക്ലാസ് കാണാം അല്ലേ? അതെ അല്ലേ? അപ്പൊ വെള്ളിയാഴ്ച വരാറായോ നിങ്ങളെ? എന്തായി, വരാൻ തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ഗൾഫിൽ പോയാൽ അങ്ങനെയായിരിക്കും. വേഗം കഴിഞ്ഞിട്ടുണ്ടാവും. 3 ദിവസങ്ങൾ വരാൻ തോന്നുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല കേട്ടോ. ക്ലാസ് കയറിക്കുന്നത് ഇനിയുള്ള ക്ലാസ്സുകൾ മുടക്കാതിരുന്നാണ്. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, കുറച്ച് നേരത്തെ 4 മിനിറ്റ് ഉണ്ട് തരില്ല അല്ലെ? അത് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ. ഓക്കെ, ബൈ.